Hi friends, welcome to a new vlog of Passionate Souls. ഇന്ന് നമ്മൾ എവിടെ പോയേട്ടാ? ഇന്ന് നമ്മുടെ ചെറി ബ്ലോസം പൂക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളത് കാണാൻ പോകുന്നു. അതെ, വിന്റർ ഒക്കെ മാറി സമ്മർ വരാൻ പോവുകയാണ്. അപ്പം ഈ ടൈമിലാണ് ആക്ച്വലി ചെറി ബ്ലോസംസ് ബ്ലൂം ആവുന്നത്. അപ്പം April 20 തൊട്ട് 26 വരെ ആണ് അതിന്റെ ബ്ലൂമിങ് പീരീഡ് എന്നാണ് ഞാൻ ഇങ്ങനെ നെറ്റ് നോക്കിയപ്പോൾ കണ്ടത്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയിരുന്നു. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ബ്ലൂമിങ് പീരീഡ് എല്ലാം കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോകുന്ന സമയമായിരുന്നു. അല്ലേ അമ്മി? ഇത്തവണ നമുക്ക് പോയി നോക്കാം ചെറി ബ്ലോസംസ് ഒക്കെ ഉണ്ടോ അവിടെ അല്ലേ ഏട്ടാ? റോസ്, നമ്മൾ സാധാരണ റോസ് ആണ് നമുക്ക് ആഗ്രഹം, പക്ഷെ ഇന്ന് വെള്ളയാ, വെള്ള ചെറി ബ്ലോസം ആണ്. എന്തേലും ഒക്കെ ആവട്ടെ. രണ്ട് ആമി പുറകിൽ ഇരിപ്പുണ്ട്. ആമി ഒരു ഹായ് പറഞ്ഞേ. ഞങ്ങൾ കൊറേ നാളായി വീഡിയോ ഇട്ടിട്ടല്ലേ ആമു? അപ്പൊ കൊറേ നാളിന് ശേഷം ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ പോവുകയാണ്. മേഘമൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ടേ. അപ്പം നേരെ അവിടെ ചെന്നിട്ട് കാണാം. ചെറി ബ്ലോസം ബ്ലൂം ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഹൈ പാർക്കിൽ പാർക്കിംഗ് ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തൊരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് അതെന്താ കേട്ടാ ഓ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അല്ലേ അമ്മൂസേ? കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഹൈ പാർക്കിലോട്ട് പോവുകയാണ്. അല്ലേ ആമു? അതിന്റെ ഇടയ്ക്ക് ആമൂസിന് എന്താ പറ്റി? ഒന്ന് വീണു ആണോ? എന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ആമൂസിന്റെ അച്ഛൻ ചെയ്തതേ ഞങ്ങൾ നടന്നു പോവുകയാണ്. ഇവിടെ ഇപ്പം ആവശ്യത്തിൽ കൂടുതൽ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ ഇട്ട് ജാക്കറ്റും തെർമലും ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റോഡ് കണ്ടോ, ഈ റോഡ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അതിപ്പം ചെറി ബ്ലോസം ബ്ലൂം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിതിലെ കാറൊക്കെ കൊണ്ടുപോകാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അടുത്തൊരു പാർക്കിംഗ് നമുക്ക് കിട്ടി. അത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ്. ഞങ്ങൾ ഈ പാർക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതേ ടൈമിൽ ട്രിനിറ്റി പാർക്ക് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഇതിനൊരു പാർക്കുണ്ട്, അവിടെ പോയിരുന്നു. പക്ഷെ ആ ആയപ്പോഴത്തേക്കും ബ്ലൂം സീസണൊക്കെ കഴിഞ്ഞു. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ, 1 to 2 weeks. അത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൊഴിഞ്ഞു പോകും. അവിടുന്ന് ഞങ്ങൾ നടന്ന് പിന്നെയും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം പോകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ ചെറി ബ്ലോസംസ് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ആക്ച്വലി എവിടെയാണ് കൂടുതൽ ചെറി ബ്ലോസം ഉള്ളതെന്ന് അറിയത്തില്ല. അപ്പം എല്ലാവരും പോകുന്ന ഡയറക്ഷനിൽ ചുമ്മാ നടന്നു പോവുകയാണ്. ഞങ്ങൾ നടന്ന് വിദൂരതകളിൽ ഞങ്ങൾ ചെറി ബ്ലോസത്തിനെ കണ്ടു കുറച്ച്, അല്ലേ? അപ്പം തൽക്കാലം അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലേ ഏട്ടാ? പക്ഷെ ഇവിടെ നോക്കിക്കേ, നിറയെ ആൾക്കാരാണ്. ഞങ്ങളിപ്പം വന്നപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് വൈകിട്ട്. ആമിക്കുഞ്ഞ് വേണ്ട ഓടുക. ഇവിടെ കുറേ ചെറി ബ്ലോസത്തിന്റെ മരമുണ്ട്. ദേ ഈ ഒരു മരത്തിന്റെ ഷേപ്പൊക്കെ കണ്ടോ, നല്ല രസമുണ്ടേ. അവിടെ ആയിട്ടാണ് കണ്ടോ ഒരു വൈറ്റ് കളർ, അത് ഫുൾ ചെറി ബ്ലോസം ആണ്. ഇതും ചെറി ബ്ലോസം അല്ലേ ഏട്ടാ? ബാ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഡിമാൻഡ്. ഇത് ആക്ച്വലി ഒരാഴ്ച മാത്രമല്ലേ ഉള്ളൂ. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ ഈ പൂവെല്ലാം കൊഴിഞ്ഞു പോകും. ഇത് താഴോട്ടും കുറെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ ആമി, വീടല്ലേ ആമി? ഇവിടുത്തെ തിരക്ക് കണ്ടോ? എനിക്ക് തോന്നി ഈ പാർക്കിലെ മെയിൻ തിരക്ക് മുഴുവൻ ഇവിടാണ്. ശരിക്കും നമ്മളും ഇത് കാണാനാണല്ലോ വന്നത്. ഈ തിരക്കൊക്കെ കാണുമ്പോൾ എനിക്കിത് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, എല്ലാം നല്ല ഫോട്ടോ സ്പോട്ടാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ അടിയിൽ തന്നെ ഒരു 4-5 പേരും ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ. ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുന്നത് ഒരു വലിയ ചടങ്ങാണ്. എൻ്റെ ആമിയും ചേട്ടനും കൂടെ മുകളിലോട്ട് പോവുകയാണ്. കാരണം ആമീസ് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. ഇപ്പം ആക്ച്വലി 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങാൻ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പം
അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ എടുക്കണം. ഇവിടെ ആണെങ്കിൽ എൻ്റെ ഐസ്ക്രീം ഷോപ്പും പിന്നെ ഒരു ബർഗറിൻ്റെ ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണ്ട പൊന്നാ, ബർഗറും ഇല്ലോ കഴിക്കും. ആമി ഇപ്പം ഐസ്ക്രീം വേണം പറഞ്ഞിരിക്കും. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഐസ്ക്രീമിൻ്റെ ഈ ക്യൂ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവിടെ ചൂടാണ്, ബട്ട് അല്ല, 2-3 ഡിഗ്രിയാണ്. അപ്പം ആദ്യം ചേട്ടൻ ബർഗർ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ബർഗറിൽ തുടങ്ങാം. ക്യൂ നിൽക്കുന്ന ആളെ മനസ്സിലായോ? ചേട്ടൻ എൻ്റെ ക്യൂവിൻ്റെ അവസാനം വന്നിരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് നോക്കുമ്പോൾ ലേറ്റ് ചെറി ബ്ലോസം ചുമ്മാ നിൽക്കുന്നു. എനിക്ക് പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പല ടൈപ്പിലുള്ള ചെറി ബ്ലോസം ഉണ്ട്. ഇതൊക്കെ ചെറിയ ഫ്ലവറുള്ള. ഇതാണ് ചെറി ബ്ലോസം. ഇത് ആക്ച്വലി കുറച്ച് ദിവസം ഇവിടെ നിൽക്കത്തുള്ളൂ, ഒരാഴ്ച മാക്സിമം 2 ആഴ്ച. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞു പോയിട്ട് ഇതിനകത്ത് ഇലകളൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാനാണ് ഭംഗി. ഇവിടെ ഓരോരുത്തരും നല്ല ഗൗണും ഒക്കെ ഇട്ട് വന്നിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ പാർക്ക് ഫുൾ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ആകെ 1-2 ഫ്ലവേഴ്സേ ബ്ലൂം ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫ്ലവറും ഇനി വിരിയണം. ഇതിനകത്തും അങ്ങനെ ഇല്ല കേട്ടോ, എല്ലാം ആക്ച്വലി ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് കണ്ടിട്ട് മെയ് വെനസ്ഡേ ഒക്കെ ഫോട്ടോ എടുത്ത് ക്ഷീണിച്ച് ഞങ്ങൾ ഇവിടെ ഇരിപ്പായി. ക്ഷീണിച്ചോണ്ട് ഐസ്ക്രീം കഴിക്കുന്നത് എങ്ങനെയാണ് അമ്മുവേ? നമ്മുടെ ബാക്കിലൊക്കെ നിറയെ ആൾക്കാർക്ക് ഒരു കുറവുമില്ല. വേറൊരാൾ കഴിക്കുന്ന ഐസ്ക്രീം കണ്ടോ? ഏത് ഐസ്ക്രീമാ ചേട്ടാ? സൈക്ലോൺ. എങ്ങനെയുണ്ട്? പുളി. എന്റേത് വാനിലയാണ്. ഇനി ഞങ്ങള് ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫോട്ടോ എടുക്കും. അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. എന്തോട്ടാ ചേട്ടൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളത് ഫോട്ടോ ഒക്കെ എടുത്തു. അതെ, അപ്പത്തേക്കും തണുത്ത് വരയ്ക്കുന്നു. അതെ, അതാ അത്യാവശ്യമായി. ചേട്ടനാണെങ്കിൽ ജാക്കറ്റ് ഇടാനില്ല. നമുക്കിന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങളെ ഞങ്ങള് കാനഡയിലെ ചെറി ബ്ലോസം ഒക്കെ കാണിച്ചു തന്നു. അപ്പൊ കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു പുതിയ വീഡിയോയിൽ കാണാം.